ഹലോ കൂട്ടുകാരെ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കിഡിലെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി നല്ല മാജിക്കൽ സോസ് എന്ന് തന്നെ പറയാം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നോക്കണേ. വാച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അധികം പണിയൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു പാനിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കോൺഫ്ലവർ ഉണ്ടായത് കൊണ്ടിട്ട് കോൺഫ്ലവർ എടുത്തതാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ അളവിലാണ് നമുക്ക് കോൺഫ്ലവർ വേണ്ടത്. അപ്പോൾ അതിന് ഫുള്ളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പാനിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു സോസും കൂടെ കൂട്ടി കഴിക്കാമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് അപ്പോൾ നമ്മുടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ അകത്തേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ടയില്ലാണ്ട് തന്നെ നമ്മളൊന്ന് കലക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊന്നും നമ്മൾ സ്റ്റൗവിലൊന്നും കൊണ്ട് വെച്ച് കളയരുത്. നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കട്ടയില്ലാതെ ഇങ്ങനെ എടുത്തതിന് ശേഷം വേണം നമുക്കിതിനെ ഒന്ന് കുറുക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാനിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ നമ്മളിതിനൊന്ന് മിക്സാക്കി എടുക്കാം. അതായത് കുറുക്കിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കോൺഫ്ലവർ വെന്ത് കിട്ടത്തില്ല. പെട്ടെന്ന് തന്നെ കുറുകി തിക്കായിട്ട് വല്ലാണ്ടായി പോകും, കറക്റ്റായിട്ട് വെന്ത് കിട്ടാണ്ടായി പോകും. പിന്നെ ഞാൻ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷമാണ് ഇതുപോലെ കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരുന്നാലേ അത് അടിക്ക് പിടിക്കാണ്ടിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ചിക്കൻ്റെ കൂടെ മാത്രമല്ല, കുബൂസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഈവൻ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെയൊക്കെ തേച്ചിട്ട് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ ഇതിനെ ഇങ്ങനെ കുറുക്കി എടുക്കാം കണ്ടോ. ഇപ്പോൾ ചെറുതായിട്ട് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മിക്സാക്കി അപ്പോൾ മൈദയാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. മൈദയ്ക്ക് ഒരു കുത്തലുണ്ടാവും. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കുത്തലിൻ്റെ ഒരു ടേസ്റ്റ്, വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പച്ച ചുവ നല്ലതുപോലെ അറിയാൻ പറ്റും മൈദയിലൊക്കെ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇച്ചിരി സാവകാശം തന്നെ നമ്മളൊന്ന് കുറുക്കി ഇതുപോലെ എടുക്കണം. അടിക്ക് പിടിച്ചു പോവേ, നമ്മൾ നല്ലതുപോലെ ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിക്ക് പിടിച്ചു പോകും കണ്ടോ. ഇപ്പോൾ ഇതെല്ലാം വെള്ളമെല്ലാം ഏകദേശം എല്ലാം നല്ല വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരല്പം കൂടെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടോ. നല്ല ഗ്ലേസിങ് ആയിട്ടുണ്ട്. കോൺഫ്ലവർ ആയതുകൊണ്ടാണ് ഇത്ര നല്ല ഗ്ലേസിങ്ങിൽ കാണുന്നത്. ഇപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഒരു പാകത്തിന് മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് തണുത്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ ഇവിടെ കണ്ടോ, തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി. ഇനി നമുക്കത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടും. ഈ 4 ടേബിൾ സ്പൂൺ കൊണ്ടിട്ട് നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടയൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് 1 മാസം തൊട്ട് ഒരു 1.5 മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അത് കേടാകാണ്ട് അങ്ങനെ തന്നെ ഇരുന്നോളും. ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക്, അപ്പോൾ ഇത് നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചതിന് ശേഷം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ആ 1 കപ്പ് പാലും നമ്മളൊരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ 5ഓ 6ഓ എടുത്തെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് അത് കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. ഇനി നമ്മളിതിനെ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരണം. നമ്മുടെ ഈ ഇതെല്ലാം ഒന്ന് അരഞ്ഞ് കിട്ടണം. ഗാർലിക്കും പാലും കൂടെ നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിന് അതുപോലെ ഓവർ ഹീറ്റായിട്ട് പോകരുത്. നമ്മുടെ മിക്സിയുടെ ജാറ് ഹീറ്റ് കൂടി പോകാൻ പാടില്ല. പാല് നമ്മുടെ തണുത്ത പാലായിരിക്കണം. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുകയാണ്. ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യത്തേൽ നമ്മൾ പാലും ഗാർലിക്കും ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടാണ് ഉപ്പും ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ കണ്ടോ, കുറച്ചും കൂടെ ഒന്ന് തിക്നെസ് ആയിട്ടുണ്ട്. കണ്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, ഒരു 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായി. അത് നമുക്കിതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കറിയാമല്ലോ, നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരും. കണ്ടോ, ഇപ്പോൾ ഇതിവിടെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ കിട്ടിയാൽ മതി. കാര്യം ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ കട്ടിയായിട്ട് കിട്ടും. അല്ല, അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോൻപിൻ്റെ സമയം കൂടെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബീഫോ ചിക്കനോ ഒക്കെ മേടിച്ചിട്ട് ഫ്രൈ ആക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതിനെ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം, വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാജിക്കൽ സോസ് എന്ന് പറയുന്നത്. നമ്മുടെ അൽബേക്കിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുള്ളവർക്കറിയാം, അൽബേക്കുകാരുടെ ഗാർലിക് സോസാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അവിടെ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പോൾ അതുപോലെ നമ്മളും നമ്മുടേതായ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് തോന്നുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇതിനി കുറച്ചുകൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ തിക്കായിക്കോളേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഇതാണ് അൽബേക്കിൻ്റെ സോസ്. അപ്പോൾ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ ഈ ഒരു സോസ് പൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.